സ്റ്റുഡൻസ്, എല്ലാവർക്കും മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് തേർഡ് സെം BSc നഴ്സിംഗ് സ്റ്റുഡൻസിന്റെ ഒരു സബ്ജക്റ്റ് ആയിട്ടുള്ള മൈക്രോബയോളജിയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് നിങ്ങളുടെ സിലബസ് പ്രകാരം നമ്മുടെ ഇന്ത്യയിലുള്ള ഏത് കോളേജിലാണ്, ഏത് യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിലും നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യുന്ന സെയിം സിലബസ് ആണ്. ആ സിലബസ് പ്രകാരം മൈക്രോബയോളജിയിൽ 4 ചാപ്റ്ററും അതിൽ മൂന്നാമത്തെ ചാപ്റ്റർ പറയുന്നത് പാത്തോജനിക് ഓർഗാനിസംസിനെ കുറിച്ചാണ്. പാത്തോജനിക് ഓർഗാനിസംസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഓർഗാനിസംസ് ഉണ്ട്. അവയിൽ ഓരോന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൈക്രോ ഓർഗാനിസംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ HIV വൈറസ്, ഹെപ്പറ്റൈറ്റിസ് B വൈറസ്, മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലെ, മൈക്കോബാക്ടീരിയം ലെപ്രെ, എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക, അതുപോലെ നെസേരിയ ഗൊണേറിയ, നെസേരിയ മെനിഞ്ചൈറ്റിഡിസ്, ഇതുപോലെ പല മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. ഇത്ര മാത്രമല്ല, ട്രപ്പണിയ പലോഡിയം ഉണ്ട്, മലേറിയ പരത്തുന്ന രോഗാണുക്കളുണ്ട്, അങ്ങനെ പല തരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അവ ഓരോന്നും ഇപ്പൊ നമുക്ക് മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുമ്പോൾ നമുക്ക് ബാക്ടീരിയ മാത്രമല്ല ഉള്ളത്. ബാക്ടീരിയ ഉണ്ട്, വൈറസ് ഉണ്ട്, ഫംഗസ് ഉണ്ട്, പാരസൈറ്റ്സ് ഉണ്ട്, അല്ലെ? ഇങ്ങനെ പല ടൈപ്പ് ഉണ്ട്. ബാക്ടീരിയ തന്നെ നമുക്ക് പല ടൈപ്സ് ഉണ്ട്. ബാസില്ലയുണ്ട്, കോക്കയുണ്ട്, അല്ലെ? ഇതുപോലെ പല ടൈപ്പ് ഉണ്ട്. അപ്പൊ ഇതിൽ ഓരോ മൈക്രോ ഓർഗാനിസത്തിനെ കുറിച്ച് നമുക്ക് അതിന്റെ സ്ട്രക്ചർ എന്താണ്, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അത് പരത്തുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം, ലബോറട്ടറി ഡയഗ്നോസിസ് എന്താണ്, അതിനുള്ള ട്രീറ്റ്മെന്റ് എന്താണ്, അതിന്റെ വാക്സിനേഷൻ എന്താണ്, ഇത്രയും കാര്യങ്ങൾ മിനിമലായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൈക്രോ ഓർഗാനിസം ആയിട്ടുള്ള നെസേരിയ. അപ്പൊ ഇവിടെ നമ്മൾ ഒരു മൈക്രോ ഓർഗാനിസം അല്ല, 2 മൈക്രോ ഓർഗാനിസം പഠിക്കുന്നുണ്ട്. നെസേരിയ എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷനിൽ നെസേരിയ മെനിഞ്ചൈറ്റിഡിസ് എന്ന് പറഞ്ഞ ഒരു മൈക്രോ ഓർഗാനിസം ഉണ്ട്, നെസേരിയ ഗൊണേറിയ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു മൈക്രോ ഓർഗാനിസവും ഉണ്ട്. അപ്പോ മനുഷ്യർക്ക് മാരകമായ രോഗങ്ങൾ പരത്തുന്ന 2 ഡിഫറെന്റ് മൈക്രോ ഓർഗാനിസംസ് ആണ് നെസേരിയ മെനിഞ്ചൈറ്റിഡിസും നെസേരിയ ഗൊണേറിയം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഒരു BSc നഴ്സിംഗ് സ്റ്റുഡന്റോ അല്ലെങ്കിൽ നഴ്സിംഗ് കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു നഴ്സോ ആണെങ്കിൽ ഈ ചാനൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ വീഡിയോസ് നിങ്ങൾ കാണാതെയുള്ള പ്രീവിയസ് വീഡിയോസ് ഒക്കെ ഏതൊക്കെ ഉണ്ടോ അതെല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്, കണ്ടു പഠിക്കാം. ഒപ്പം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റിൽ ഒന്ന് എഴുതാൻ ശ്രമിക്കണം. ഒപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഈ ചാനൽ ഒന്ന് റെഫർ ചെയ്യുക അല്ലെങ്കിൽ ഷെയർ ചെയ്യുകയും വേണം. നിങ്ങൾ BSc നഴ്സിംഗ് പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ മറ്റൊരു ഓപ്പർച്യൂണിറ്റീസ് കൂടി തരുന്നുണ്ട്. അതായത് ഞങ്ങൾ എല്ലാ സെമസ്റ്ററുകാർക്കും ട്യൂഷൻ, നഴ്സിംഗ് സബ്ജക്ട്സിന്റെ ട്യൂഷൻ കൊടുത്തു വരികയാണ്. നിങ്ങൾ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നഴ്സിംഗ് പഠിക്കുകയാണെങ്കിൽ, ഒരു പോസ്റ്റ് BScയോ അല്ലെങ്കിൽ BScയോ സ്റ്റുഡന്റ് ആണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാം. സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഡീറ്റെയിൽ ക്ലാസ്സസും നോട്ട്സും എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എല്ലാം ഞങ്ങൾ നൽകി വരുന്നു. ഓക്കെ, അപ്പൊ താല്പര്യമുള്ളവര് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 8891112797. ഇതാണ് നമ്മുടെ ഓഫീസിലെ നമ്പർ. എന്തെങ്കിലും ക്ലാസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ ഇതിൽ ചോദിച്ചറിയാം. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്സിന്റെ ക്ലാസ്സുകൾ നമ്മുടെ യൂട്യൂബിലൂടെ വേണമെങ്കിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ളതോ കോമ്പറ്റേറ്റീവ് എക്സാംസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കീഴിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. ഡെഫിനറ്റ്ലി ഞങ്ങളെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ വേണ്ട, ഡയറക്ട്ലി നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം. ഇന്ന് നമ്മൾ നെസേരിയ എന്ന് പറയുന്ന ഈ ക്ലാസിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഷോർട്ട് ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. അപ്പൊ എന്താണ് നെസേരിയ? നെസേരിയ ഇറ്റ് ഇസ് എ ജീനസ് ഓഫ് ഗ്രാം നെഗറ്റീവ് എയറോബിക് ഡിപ്ലോകോക്കൈ. അതായത് നമ്മുടെ മൈക്രോ ഓർഗാനിസത്തിന്റെ ബാക്ടീരിയയുടെ മോർഫോളജി അല്ലെങ്കിൽ സ്ട്രക്ചർ പഠിച്ചപ്പോൾ അവിടെ ബാക്ടീരിയ ഷേപ്പ് അനുസരിച്ച് ചെയിൻ ആയിട്ടിരിക്കുന്നോ, അല്ലെങ്കിൽ ബീൻ ഷേപ്ഡ് ആയിട്ടിരിക്കുന്നോ, ഓവൽ ഷേപ്ഡ് ആയിട്ടിരിക്കുന്നോ, കോമ ഷേപ്ഡ് ആയിട്ടിരിക്കുന്നോ, സ്പൈറൽ ആയിട്ടിരിക്കുന്നോ, ഇതിനനുസരിച്ച് പല തരത്തിലുള്ള ബാക്ടീരിയാസ് ഉണ്ട്. അതിൽ ഒരു ടൈപ്പ് ബാക്ടീരിയ ആണ് കോക്കൈ എന്ന് പറയുന്നത്. അതായത് ബീൻ ഷേപ്ഡ് ആയിട്ട് വരുന്ന കോക്കൈ, പെയേർഡ് ആയിട്ട് 2 കോക്കൈകൾ ഒരുമിച്ച് ചേർന്ന് വരുന്നതാണ് ഈ കോക്കൈ ടൈപ്പ്. 2 പെയേർഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോ അതിലുള്ള ഒരു ടൈപ്പ് ഗ്രാം നെഗറ്റീവ് ആയിട്ടുള്ള എയറോബിക് ആയിട്ടുള്ള, എന്താണ് എയറോബിക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഗ്രോ വിത്ത് ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ, ദാറ്റ് ഈസ് എയറോബിക്. എന്താണ് ആനറോബിക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഗ്രോ വിത്തൗട്ട് ഓക്സിജൻ. ഓക്സിജൻ ഇല്ലെങ്കിലും വളരുന്നതിന് എന്ത് പറയുന്നു? ആനറോബിക് എന്നാണ് പറയുന്നത്. ഇവിടെ നെസേരിയ ഇറ്റ്സ് എ ജീനസ്, ഇറ്റ്സ് എ ജീൻ, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ബാക്ടീരിയ ഗ്രോ വിത്ത് ഓക്സിജൻ. It is gram negative. Note it down.
It's very important. Neisseria is gram-negative. It is a diplococcale. It is a coccale and it is found in a paired. അതായത് it appear as a paired round bacteria. രണ്ട് ബാക്ടീരിയകൾ ഒരുമിച്ച് ചേർന്ന് ഒരു റൗണ്ട് ആയിട്ടാണ് ഇത് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടെണ്ണം ഒരുമിച്ച് കാണപ്പെടുന്നത് കൊണ്ട് ഇതിനെ എന്ത് പറയുന്നു? ഡിപ്ലോകോക്കെ എന്ന് പറയുന്നു. That are commonly found in human. മനുഷ്യനിലാണ്, മൃഗങ്ങളിലൊന്നും ഇത് രോഗങ്ങൾ പരത്തുന്നില്ല, മനുഷ്യനിലാണ് ഇത് കൂടുതലും കാണപ്പെടുന്നത്. ഇതിൽ നെസേരിയ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കുന്നത് ഇത് എല്ലാം ഡിസീസസ് പരത്തുന്നതല്ല. നെസേരിയ ആർ ഹാംലെസ്, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ നോർമലി നമ്മുടെ ശരീരത്തിൽ മ്യൂക്കസ് മെംബ്രെയിനിലൊക്കെ കാണപ്പെടുന്ന, റെസ്പിറേറ്ററി ട്രാക്റ്റിലൊക്കെ കാണപ്പെടുന്ന ഒരു ടൈപ്പ് ബാക്ടീരിയ ആണ് നെസേരിയ. എന്നാൽ അതിൽ ചില സ്പെഷ്യൽ സ്പീഷീസ്, അതിൽ ചില സ്പെഷ്യൽ ആയിട്ടുള്ള ടൈപ്പുകൾ പാത്തോജനിക് ആണ്. എന്താണ് പാത്തോജനിക് എന്ന് പറഞ്ഞാൽ? ഇറ്റ് കോസസ് ഡിസീസസ്, ഇറ്റ് ഡെവലപ്സ് ഡിസീസസ്, ഇറ്റ് ഡെവലപ്സ് സീരിയസ് ഇൻഫെക്ഷൻസ് ഇൻ അവർ ബോഡി. അണ്ടർസ്റ്റുഡ്? നെസേരിയ ഈസ് എ ഗ്രാം നെഗറ്റീവ് aerobic diplococci because it found in a paired form and a round bacteria. Commonly this Neisseria is harmless and found normally in the mucous membrane of the human body and especially in the respiratory tract. But the specific species of Neisseria are pathogenic and can cause serious infections. അത് ഏതൊക്കെയാണ്? നമുക്കൊന്ന് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പൊ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, നെസേരിയ ആർ ഗ്രാം നെഗറ്റീവ് ഡിപ്ലോകോക്കെ ആൻഡ് ദ പെത്തോജൻസ്. നെസേരിയയിൽ തന്നെ പെത്തോജനിക് ആയിട്ടുള്ള രണ്ട് ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? നെസേരിയ മെനിഞ്ചൈറ്റിഡിസ്, നെസേരിയ ഗൊണേറിയ. അതായത് നിങ്ങളുടെ തേർഡ് സെമസ്റ്റർ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് നെസേരിയ ഗൊണേറിയ. പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇനി നെസേരിയ മെനിഞ്ചൈറ്റിഡിസ് ഇമ്പോർട്ടൻ്റ് അല്ലേ എന്ന് ചോദിച്ചാൽ അതും ചോദിക്കാം. കാരണം ഒരുപാട് തവണ ഗൊണേറിയ ചോദിച്ചു. അതുകൊണ്ട് ഇനി മെനിഞ്ചൈറ്റിസും ഒരു സിവിയർ ഡിസീസ് ആയതുകൊണ്ട് അതും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമുക്കിവിടെ വളരെ ചുരുക്കി വന്നത് ഓരോന്നായിട്ട് പഠിക്കാം. ആദ്യം നമുക്ക് നെസേരിയ മെനിഞ്ചൈറ്റിഡിസ് എന്താണെന്ന് നോക്കാം. ഇവ രണ്ടും ഓൾമോസ്റ്റ് 70% ഫീച്ചേഴ്സും ഒരുപോലെയാണ്, സെയിം ആണ്. പക്ഷെ അതിൽ ചെറിയ വ്യത്യാസങ്ങൾ രണ്ടും തമ്മിൽ കാണിക്കുന്നുമുണ്ട്. എന്നാൽ ഇത് രണ്ടും ഉണ്ടാകുന്ന ഡിസീസസ് ടോട്ടലി എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പം നമുക്കൊന്ന് നോക്കാം. ആദ്യം നെസേരിയ മെനിഞ്ചൈറ്റിഡിസ്. നെസേരിയ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഞാൻ പറഞ്ഞു, ഇറ്റ് ഇസ്, ഇവിടെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുക. ഇറ്റ് ഇസ് ഗ്രാം നെഗറ്റീവ്, ബീൻ ഷേപ്ഡ്, ഡിപ്ലോകോക്കെ. ഇറ്റ് ഇസ് എയറോബിക്. പോയിന്റ് വൈസ് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് പാത്തോജനിക് ഓർഗാനിസംസ് പഠിക്കാം. ഓക്സിഡൈസ് പോസിറ്റീവ് ആണ്. ഓക്സിഡൈസ് ടെസ്റ്റ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. അതിൽ ഓക്സിഡൈസ് പോസിറ്റീവ് ആണ്. പിന്നെ നോൺ മോട്ടൈലാണ്. ഞാൻ അഡീഷണലി ഈ നോട്ടിൽ ഇല്ലാത്ത കുറച്ച് പോയിന്റ്സ് കൂടെ അഡീഷണലി തരുന്നുണ്ട്. എന്തിനാണ് ഞാൻ ഈ അഡീഷണലി പോയിന്റ്സ് പറയുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഒൺവേർഡ് ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കാറുണ്ട്. അവിടെ ഇതിൽ ഏത് പോയിന്റിൽ നിന്നും ഒൺവേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ആ ഒൺവേർഡ് ക്വസ്റ്റ്യൻസ് MCQs നമ്മുടെ ടോട്ടൽ സ്കോർ കൂട്ടുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ഈ പോയിന്റ്സ് എല്ലാം നിങ്ങൾ അവിടെ അറിഞ്ഞിരിക്കണം. അല്ലാതെ 5 മാർക്കിനാണെങ്കിൽ നിങ്ങൾക്ക് 1-2 പോയിന്റ്സ് ഒക്കെ വിട്ടു പോയാലും ആ 5 മാർക്കിന് 4 മാർക്ക് നിങ്ങൾക്ക് അവിടെ കിട്ടും. പക്ഷേ ഒൺവേർഡ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എയറോബിക് ആണോ, ഓക്സിഡൈസ് പോസിറ്റീവ് ആണോ, മോട്ടൈൽ ആണോ, നോൺ മോട്ടൈൽ ആണോ, ഫ്ലജല്ല ഉണ്ടോ, പൈലയാണോ, ഇതെല്ലാം അറിഞ്ഞിരിക്കണം. സോ നെസേരിയ മെനിഞ്ചൈറ്റിഡിസ് ഈസ് എ ഗ്രാം നെഗറ്റീവ് ഓർഗാനിസം, ബീൻ ഷേപ്ഡ് ഓർഗാനിസം, ഡിപ്ലോകോക്കെ. ഡിപ്ലോ മീൻസ് ബൈ or two coccale, and aerobic. It grows in the presence of oxygen. It is oxidase positive. It is non-motile. ഇതിനെ മൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അത് പ്രധാനമായിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഇത്രയും കാര്യങ്ങൾ ആദ്യത്തെ പോയിന്റ് വേണം. പിന്നെ അടുത്തതാണ് ഡു നോട്ട് പൊസസ് ഫ്ലജല്ല ഓർ സ്പോർ. മെനിഞ്ചൈറ്റിഡിസ് എന്ന് പറയുന്ന ഈ ഒരു നെസേരിയയിൽ എന്തില്ല? ഫ്ലജല്ല, വാലുകൾ പോലെയുള്ള ഈ ഫ്ലജല്ല കാണപ്പെടുന്നില്ല. പകരം വാലുകൾ പോലെയുള്ള ഫ്ലജല്ല മാത്രമല്ല, സ്പോറുകളും കാണപ്പെടുന്നില്ല. പകരം ഇറ്റ് ഈസ് ക്യാപ്സുലേറ്റഡ്. ഇത് ഫുള്ളി കവേർഡ് ക്യാപ്സുലേറ്റഡ് ആണ്. ഈ ക്യാപ്സുലയുടെ പുറത്ത് പൈലെ, ചെറിയ ചെറിയ ഫ്ലജല്ല, ഫ്ലജല്ലയുടെ ചെറിയ സ്ട്രക്ചർ, ദാറ്റ് ഈസ് ഹെയർ ലൈക്ക് പ്രൊജക്ഷൻസ്, ദാറ്റ് ഈസ് കോൾഡ് പൈലെ. ഇറ്റ് അപ്പിയേഴ്സ് ഓവർ ദ Neisseria meningitidis. Understood? Do not possess flagella or spore, and it is capsulated and possess pyle. Next,
it will not survive long outside of the host. അതായത് ഒരു ജീവനുള്ള വസ്തുവിൽ മാത്രമേ ഇതിന് കൂടുതൽ സമയം സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിന് ഓക്സിജൻ വേണം. ഇറ്റ് ഈസ് എറോബിക്. ഇതിൽ ഓക്സിഡേറ്റീവ് മെറ്റബോളിസം ആണ് നടക്കുന്നത്. ഈ നെസേരിയ മെനിഞ്ചൈറ്റിസ് കാറ്റലൈസ് എന്നുള്ള എൻസൈമും ഓക്സിഡൈസ് എന്നുള്ള എൻസൈമും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ഒരു ബാക്ടീരിയ അല്ലെങ്കിൽ ഈ ഒരു നെസേരിയ മെനിഞ്ചൈറ്റിസിന്റെ പ്രത്യേകത, ഇറ്റ് നീഡ്സ് enriched complex media and carbon dioxide to grow. നമ്മൾ കൾച്ചർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് വളരണമെങ്കിൽ അവിടെ എൻറിച്ച്ഡ് കോംപ്ലക്സ് മീഡിയ ഉണ്ടായി. നമ്മൾ പലതരത്തിലുള്ള മീഡിയാസ്, കൾച്ചർ മീഡിയാസ് പഠിച്ചിട്ടുണ്ട്. അതിൽ എൻറിച്ച്ഡ് കോംപ്ലക്സ് മീഡിയയിൽ മാത്രമേ ഇത് വളരത്തുള്ളൂ. അതുകൂടാതെ ഇതിനെന്ത് വേണം? കാർബൺ ഡയോക്സൈഡും അവിടെ 1 to 5% കാർബൺ ഡയോക്സൈഡും അവിടെ വേണം. എന്നാൽ മാത്രമേ ഇത് വളരത്തുള്ളൂ. ഇനി അടുത്തത് ഈ മെനിഞ്ചൈറ്റിസ്, നെസേരിയ മെനിഞ്ചൈറ്റിസ് എന്നുള്ള ഈ ഓർഗാനിസമാണ് ഏത് രോഗം പരത്തുന്നത്? ഇറ്റ് കോസ് മെനിഞ്ചൈറ്റിസ്. എന്താണ് മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞാൽ? മെനിഞ്ചൈറ്റിസ് മീൻസ് ഇറ്റ് ഈസ് എ ഇൻഫെക്ഷൻ ആൻഡ് ഇൻഫ്ലമേഷൻ ഓഫ് മെനിഞ്ചസ്. എന്താണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ 3-layer മെംബ്രെയിൻ പ്രൊട്ടക്ടിങ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. നമ്മുടെ നെർവസ് സിസ്റ്റം ബ്രെയിനും സ്പൈനൽ കോഡിനെയും ഫുള്ളി കവേർഡ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്ന 3 ലെയർ ഉള്ള മെംബ്രെയിൻ, പ്രൊട്ടക്റ്റീവ് ലെയർ, അതിനെയാണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ വെരി സീരിയസ് ഇൻഫെക്ഷൻ ആൻഡ് ഇറ്റ് ഈസ് വെരി ക്രോണിക് ഓൾസോ. ഓക്കെ, ആ ഒരു ഇൻഫെക്ഷന് കാരണമാകുന്ന മൈക്രോ ഓർഗാനിസമാണ് നെസേരിയ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. എന്നാൽ ഈ മെനിഞ്ചൈറ്റിസ് പരത്തുന്നത് ഈ ഒരു ഓർഗാനിസം മാത്രമല്ല. ബാക്ടീരിയൽ ഉണ്ട്, വൈറൽ ഉണ്ട്, ഫംഗൽ ഉണ്ട്, പല കോസസ് കൊണ്ടും മെനിഞ്ചൈറ്റിസ് ഉണ്ടാകുന്നുണ്ട്. അതിലൊന്ന് ഇതാണ്. നെക്സ്റ്റ് നമ്മൾ അടുത്ത ടൈപ്പ് പറയുന്നുണ്ട്, നെസേരിയ ഗൊണേറിയ. അത് പരത്തുന്ന രോഗം ഗൊണേറിയാണ്. നമ്മൾ അടുത്ത് ലേറ്റർ ഡിസ്കസ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് മോർഫോളജി. ദാറ്റ് ഈസ് വാട്ട് ഈസ് മീൻ ബൈ മോർഫോളജി? സ്ട്രക്ചർ ഓഫ് ദാറ്റ് ബാക്ടീരിയ. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഇപ്പോൾ ഇവിടെ നിങ്ങൾ പിക്ചർ ഒന്നും വരച്ച് പഠിക്കാനില്ല. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു സർക്കിൾ കൊടുത്ത് ഒരു മീഡിയം, അതിനകത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ബീൻ ഷേപ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഫ്ലാറ്റൻഡ് ആയിട്ട് 2 കോക്കകൾ ഒരുമിച്ച് ചേർന്നിരിക്കുന്നതായിട്ട് ചേർത്ത് ഇങ്ങനെ വരയ്ക്കാം. അത്ര മാത്രമേ അതിനകത്ത് സ്ട്രക്ചർ പ്രത്യേകിച്ച് വരയ്ക്കാനൊന്നും ഇല്ല. ഇനി നെസേരിയ മെനിഞ്ചൈറ്റിസിനെ കുറിച്ച് ഒന്നുകൂടി ഒന്ന് പറയാം. ഇതിനെ മെനിഞ്ചോകോക്കസ് എന്നുള്ള മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു. ഇവിടെ ഇല്ലാത്ത കാര്യങ്ങളാണ് ഞാൻ ഇവിടെ എഴുതുന്നത്. മെനിഞ്ചോകോക്കസ്. ഗൊണേറിയ ആണെങ്കിൽ അവിടെ ഗോണോകോക്കസ് എന്നാണ്, ഗൊണേറിയയ്ക്ക് ഗോണോകോക്കസ് എന്ന് പറയാനുണ്ട്. ഇവിടെ മെനിഞ്ചൈറ്റിസ് ആണെങ്കിൽ മെനിഞ്ചോകോക്കസ് എന്നാണ് പറയുന്നത്. ഇനി മറ്റൊരു വേർഡ് ഇവിടെ ഞാൻ പറയാം, നോട്ട് ചെയ്തോളുക. ഇറ്റ് ഈസ് ഫസ്റ്റ് ഐസൊലേറ്റഡ് ബൈ വെയ്ഷെൽബോം. ഒരാളുടെ പേരാണിത്, വെയ്ഷെൽബോം ആണ്. He is a microbiologist. In 1887, he first isolated this organism from CSF, cerebrospinal fluid of a patient. ഒരു പേഷ്യന്റിന്റെ സെർബ്രോസ്പൈനൽ ഫ്ലൂയിഡിൽ നിന്ന് ആദ്യമായിട്ട് ഈ നെസേരിയ മെനിഞ്ചൈറ്റിസ് എന്നുള്ള ഓർഗാനിസം ഐസൊലേറ്റ് ചെയ്തത് ആരായിരുന്നു? വെയ്ഷെൽബോം എന്നുള്ള മൈക്രോബയോളജിസ്റ്റ് ആയിരുന്നു. ഇൻ 1887. ഒരു ജനറൽ നോളജ് ആണ്, ജസ്റ്റ് ഒന്ന് ഓർത്തിരുത്തിയാൽ മാത്രം മതി. നെക്സ്റ്റ് മോർഫോളജി. ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഗ്രാം നെഗറ്റീവ് ആണ്, ബീൻ ഷേപ്ഡോ അല്ലെങ്കിൽ സ്പെറിക്കൽ ഷേപ്ഡോ ഓവൽ ഷേപ്ഡും ആയിട്ട് കാണാറുണ്ട്. പിന്നെ ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് 0.8 into 0.6 മൈക്രോമീറ്റർ ഡയമീറ്റർ ആണ്. ഇറ്റ് ഈസ് ക്യാപ്സുലേറ്റഡ്. ക്യാപ്സ്യൂളിന്റെ പുറത്ത് എന്തുണ്ട്? പൈലേ കാണപ്പെടുന്നു. ഇതിന് ഫ്ലജെല്ല ഇല്ല, ഇതിന് സ്പോറ് ഇല്ല, ഇത് നോൺ മോട്ടൈൽ ആണ്, ചലിക്കുന്നില്ല. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത, മെനിഞ്ചൈറ്റിസിന്റെ ഡിപ്ലോകോക്ക എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ഡിപ്ലോകോക്ക ഇങ്ങനെ ഇരിക്കുന്നു, അടുത്ത ഡിപ്ലോകോക്ക ഇങ്ങനെ ഇരിക്കുന്നു, ഒരു കോക്ക ഇങ്ങനെ 2 ചേർന്നാണ് ഇരിക്കുന്നത്. മെനിഞ്ചൈറ്റിസിന്റെ ഡിപ്ലോകോക്കയ്ക്ക് ഒരു സൈഡ് ചേർന്ന് വരുന്ന സൈഡ് ഫ്ലാറ്റ് ഷേപ്ഡ് ആണ്, കേർവ്ഡ് അല്ല, ഇറ്റ് ഈസ് ഫ്ലാറ്റ് ഷേപ്ഡ്. ഓക്കെ, അതായത് അഡ്ജസന്റ് സൈഡ്സ് ഫ്ലാറ്റൻഡ്. അതൊരു പ്രത്യേകതയാണ്, ഓർത്തിരിക്കുക. അപ്പൊ മോർഫോളജി, gram negative, bean shaped or oval shaped diplococci, and it is non-motile, and it is adjacent sides are flattened, do not possess flagella or spore. It is capsulated and the capsule is with the pile, and the diameter is 0.6 to 0.8 micrometer in diameter. Next, culture characteristics.
ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ ബാക്ടീരിയ നെസേരിയ മെനിഞ്ചൈറ്റിഡിസ് വളരണമെങ്കിൽ എൻറിച്ച്ഡ് മീഡിയ തന്നെ വേണം. എൻറിച്ച്ഡ് മീഡിയ എന്ന് പറഞ്ഞാൽ അഡീഷണൽ ചില സബ്ജക്ട്സ്. ഇറ്റ് ക്യാൻ ഗ്രോ ഇൻ ബ്ലഡ് അഗർ, ചോക്ലേറ്റ് അഗർ. സാധാരണയുള്ള ഓർഡിനറി മീഡിയകളിലൊന്നും വളരില്ല. ഡു നോട്ട് ഗ്രോ ഇൻ ഓർഡിനറി മീഡിയ. ഡു നോട്ട് ഗ്രോ ഇൻ ordinary media. It requires a special enriched media. This media, it should be enriched with blood or serum or chocolate. Okay, that media should be, cultural medium should be enriched with blood or serum or chocolate. ഇതുപോലെയുള്ള മീഡിയത്തിൽ മാത്രമേ ഇത് വളരത്തുള്ളൂ. ഈ ബ്ലഡും ചോക്ലേറ്റും സീറത്തിന്റെയും ഫംഗ്ഷൻ എന്താന്ന് പറഞ്ഞാൽ അത് ഗ്രോത്ത് ന്യൂട്രലൈസ് ചെയ്ത് ഗ്രോത്ത് കൊടുക്കുന്നു, ഒപ്പം തന്നെ എന്ത് ചെയ്യുന്നു, അഡീഷണൽ ന്യൂട്രിയൻസും പ്രൊമോട്ട് ചെയ്യുന്നു. ആ ബാക്ടീരിയക്ക് വളരാനുള്ള അഡീഷണൽ ന്യൂട്രിയൻസ് കൊടുക്കുന്നു. അത് കൂടാതെ അതിൻ്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഗ്രോത്ത് ഈസ് ഇംപ്രൂവ്ഡ് ബൈ അഡീഷൻ ഓഫ് ബ്ലഡ് ഓർ സീറം. അഡീഷണലി നമ്മൾ ഈ മീഡിയത്തിൽ ബ്ലഡ്, ചോക്ലേറ്റ്, സീറം ആഡ് ചെയ്യുന്നത് വഴി നമുക്ക് അതിൻ്റെ ആ ബാക്ടീരിയയുടെ ഗ്രോത്ത് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഇത് കൂടാതെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, എൻറിച്ച് മീഡിയ മാത്രമല്ല, നമുക്കവിടെ ഈ ബാക്ടീരിയ വളർത്തണമെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡും വേണം. മിനിമം 5% കാർബൺ ഡൈ ഓക്സൈഡ്. ഗ്രോത്ത് ഈസ് ഓൾസോ ഇംപ്രൂവ്ഡ് ബൈ ഇൻക്യുബേഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് 2 to 8% കാർബൺ ഡൈ ഓക്സൈഡ്. ഒപ്പം ഇതിന്റെ ടെമ്പറേച്ചർ എത്രയാണ്? ഓപ്റ്റിമൽ ടെമ്പറേച്ചർ 36 to 39 ഡിഗ്രി സെൽഷ്യസും pH 6 to 8 ആയിരിക്കണം. ഇനി സോളിഡ് മീഡിയാസിലാണെങ്കിൽ അതിന്റെ കോളനീസ് 1 to 2 millimeter ഇൻ ഡയമീറ്ററും അവയുടെ ഷേപ്പ് കോൺവെക്സും ഗ്രേ കളറും ട്രാൻസ്പെറന്റും ആയിരിക്കും. അവിടെ ഒരിക്കലും ഹീമോലൈസിസ് സംഭവിക്കുന്നില്ല. ബ്ലഡ് അഗറിലാണെങ്കിൽ പോലും അവിടെ ബ്ലഡ് സെൽസുകൾ നശിക്കുന്നില്ല. ബ്രേക്ക് ഡൗൺ ഓഫ് ബ്ലഡ് സെൽസിനെയാണ് ഹീമോലൈസിസ് എന്ന് പറയുന്നത്. അത് സംഭവിക്കുന്നില്ല. അപ്പോൾ എന്തൊക്കെയാ പറഞ്ഞത് ഇവിടെ കൾച്ചറൽ ക്യാരക്ടറിസ്റ്റിക്സിൽ? ഇറ്റ് വിൽ നോട്ട് ഗ്രോ ഇൻ ഓർഡിനറി മീഡിയ, ഇറ്റ് വിൽ ഗ്രോ only in blood agar media, chocolate media, and these additional substances, blood, serum, agar, ഇതൊക്കെ ചോക്ലേറ്റ് ഒക്കെ എന്ത് ചെയ്യുന്നു? It will improve the growth of that bacteria. And additionally, this growth will be improved if it is done in the presence of 2 to 8% carbon dioxide. And the growth temperature is 36 to 39 degrees Celsius. pH ranges from 6 to 8. ചില ടെക്സ്റ്റ് ബുക്കുകളിൽ 7.4 to 7.6 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതും ഈ ഒരു റേഞ്ചിനകത്ത് വരുന്നതുകൊണ്ട് പ്രശ്നമില്ല. 6 to 8 തന്നെയാണ്. ആൻഡ് എന്താ പറയുക, മോയിസ്റ്റ് എൻവറോൺമെന്റ് വിത്ത് 5 to 10 അല്ലെങ്കിൽ അതിന് 5 to 10 എന്നുള്ളത് 2 to 8% കാർബൺ ഡൈ ഓക്സൈഡുമാണ് ഇത് വളരുന്നത്. അപ്പോൾ അവിടെ മറ്റൊരു കാര്യം കൂടെ ഓർത്തിരിക്കുക, മുള്ളർ ഹിൻഡർ അഗർ, വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്നതാണ്. മുയല്ലർ ഹിൻഡർ അഗർ, ഇതൊരു ചോക്ലേറ്റ് മീഡിയം ആണ്, ചോക്ലേറ്റ് അഗർ ആണ്. പക്ഷെ സ്പെഷ്യൽ മീഡിയം ആയതുകൊണ്ട് അതിൻ്റെ ഒരു പ്രത്യേക പേരുണ്ട്. ചിലപ്പോൾ വൺ വേർഡ് ക്വസ്റ്റ്യൻസിന് ചോദിക്കാം. മുയല്ലർ ഹിൻഡർ അഗർ, എസ്പെഷ്യലി നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ എഴുതുന്ന സമയത്ത് ഇത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. മുയല്ലർ ഹിൻഡർ അഗർ മീഡിയം ഈസ് യൂസ്ഡ് ഫോർ ദ കൾച്ചർ ഓഫ് വിച്ച് മൈക്രോ ഓർഗാനിസം എന്ന് ചോദിച്ചിട്ട് താഴെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. അതിൽ മെനിഞ്ചൈറ്റിസ് ഉണ്ടെങ്കിൽ, നെസേരിയ മെനിഞ്ചൈറ്റിസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഇറ്റ് ഇസ് എൻ എൻറിച്ച്ഡ് മീഡിയം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത കണ്ടന്റിലോട്ട് പോകാം. ബയോകെമിക്കൽ പ്രോപ്പർട്ടീസ്. ബയോകെമിക്കൽ പ്രോപ്പർട്ടീസ് പറഞ്ഞാൽ നിങ്ങൾ ഇത്ര മാത്രം ഓർത്തിരുന്നാൽ മതി. ഇറ്റ് ഈസ് കാറ്റലൈസ് പോസിറ്റീവ്, കാരണം ഇറ്റ് പ്രൊഡ്യൂസ് കാറ്റലൈസ് പോസിറ്റീവ്, ഓക്സിഡൈസ് പോസിറ്റീവ്. പോയിന്റ്സ് മാത്രം ഓർത്തിരിക്കുക. കാറ്റലൈസ് പോസിറ്റീവ്, അതുപോലെ ഓക്സിഡൈസ് പോസിറ്റീവ്. ഇത് കൂടാതെ മെനിഞ്ചൈറ്റിഡിസിന്റെ പ്രത്യേകത, ഇറ്റ് വിൽ ഫെർമെന്റ് ഗ്ലൂക്കോസ്. Fermentation will happen for glucose and maltose. It's very important. Neisseria meningitidis is a maltose fermenter. Okay, it is also a fermenter for glucose. ഗ്ലൂക്കോസും മാൾട്ടോസും ഈ നെസേരിയ മെനിഞ്ചൈറ്റിഡിസ് ഫെർമെന്റ് ചെയ്യുന്നുണ്ട് വിത്ത് പ്രൊഡക്ഷൻ ഓഫ് ആസിഡ്, നോ ഗ്യാസ്. അവിടെ ആസിഡ് പ്രൊഡക്ഷൻ ഉണ്ടാകും. ഫെർമെന്റ് ചെയ്യുമ്പോൾ ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും, ബട്ട് നോ ഗ്യാസ്. അത് നിങ്ങൾക്ക് അവിടെ എഴുതാം. ബയോകെമിക്കൽ പ്രോപ്പർട്ടീസ്, ഇറ്റ് ഈസ് ഓക്സിഡൈസ് പോസിറ്റീവ്, catalase positive. Neisseria meningitidis is maltose fermenter. Neisseria meningitidis is glucose fermenter, and it produce acid during fermentation, but no, it will not produce gas during
ഫെർമെന്റേഷൻ നടക്കുമ്പോൾ അവിടെ ആസിഡോ അല്ലെങ്കിൽ ഗ്യാസോ പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷെ ഇവിടെ എന്താണ്, ആസിഡ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ, ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. നെക്സ്റ്റ്, ദേ ഡു നോട്ട് ഫെർമെന്റ്. ഇവിടെ മാൾട്ടോസും ഗ്ലൂക്കോസും ഫെർമെന്റ് ചെയ്യുമെന്ന് പറഞ്ഞു, പക്ഷെ ദേ ഡു നോട്ട് ഫെർമെന്റ് ലാക്ടോസ് ആൻഡ് സുക്രോസ്. ലാക്ടോസോ സുക്രോസോ ഫെർമെന്റ് ചെയ്യുന്നില്ല. ഇതെല്ലാം കാർബോഹൈഡ്രേറ്റ്സിന്റെ കോമ്പൗണ്ടുകളാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇത് ഒന്നുകൂടി എടുത്ത് പറയുന്നത്. ഗ്ലൂക്കോസും മാൾട്ടോസും ഫെർമെന്റ് ചെയ്യും, ലാക്ടോസും സുക്രോസും ഫെർമെന്റ് ചെയ്യില്ല. ആര്? നെസേരിയ മെനിഞ്ചൈറ്റിഡിസ്. അതുപോലെ ഇതിൽ നിന്നും ഇൻഡോളോ ഹൈഡ്രജൻ സൾഫൈഡോ ഇതൊന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. നൈട്രേറ്റ്സിനെ റെഡ്യൂസ് ചെയ്യുന്നും ഇല്ല. അത് നമുക്ക് വേണമെങ്കിൽ ഓർക്കാം, ഇല്ലെങ്കിൽ വേണ്ട. ഇൻഡോളും ഹൈഡ്രോജൻ സൾഫൈഡും ഈ ഒരു ഫെർമെന്റേഷന്റെ സമയത്തോടെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതല്ലെങ്കിൽ നൈട്രേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ്, നൈട്രേറ്റ്സ് റെഡ്യൂസ് ചെയ്ത് നൈട്രൈറ്റ്സ് ആക്കാനുള്ള ഒരു കഴിവും നമ്മുടെ ഈ നെസേരിയ മെനിഞ്ചൈറ്റിഡിസിന് ഇല്ല. നെക്സ്റ്റ് പോയിന്റ്, പാത്തോജനിസിസ് വരുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം കൂടെ പറയാം, റെസിസ്റ്റൻസ്. അതായത് ഏതുവരെ ഈ ഒരു മൈക്രോ ഓർഗാനിസം ചെറുത്ത് നിൽക്കാൻ പറ്റുമെന്നുള്ളതാണ്. നെസേരിയ മെനിഞ്ചൈറ്റിസ് ഡിസ് വെരി ഡെലിക്കേറ്റ് റെസിസ്റ്റൻസ് ആണ് നമ്മളിവിടെ പറയുന്നത്. ഇറ്റ് ഈസ് വെരി ഡെലിക്കേറ്റ് ഓർഗാനിസം, വെരി സോഫ്റ്റ് ആൻഡ് ലെസ് റെസിസ്റ്റൻസ് പവർ. ഇറ്റ് ഈസ് വെരി ഡെലിക്കേറ്റ് ഓർഗാനിസം ആൻഡ് ഹൈലി സസെപ്റ്റബിൾ എന്ന് പറഞ്ഞാൽ ഹാംഫുൾ അല്ലെ, നമുക്ക് നശിച്ചു പോകും. ലീതലായിട്ടുള്ള സസെപ്റ്റബിൾ ടു ഹീറ്റ്, ഡെസിക്കേഷൻ, ഹീറ്റിലും ഡെസിക്കേഷനിലും ഡിസ്ഇൻഫെക്റ്റൻസിലും എന്ത് ചെയ്യുന്നു, ഈ മൈക്രോ ഓർഗാനിസം നശിച്ചു പോകും. ചൂടുണ്ടെങ്കിലും ഡെസിക്കേഷനിലും ഡിസ്ഇൻഫെക്റ്റന്റ് യൂസിലും എന്ത് ചെയ്യുന്നു, ഇത് നശിച്ചു പോകും. ഇത് കൂടാതെ ഈ മൈക്രോ ഓർഗാനിസം ഇറ്റ് ഈസ് സസെപ്റ്റബിൾ ടു പെൻസിലിൻ, ചില ആന്റിബയോട്ടിക്സ്, പെൻസിലിൻ, ആംബിസിലിൻ, ക്ലോറാംഫെനിക്കോൾ. നിങ്ങൾ ഇതെല്ലാം ഫാർമക്കോളജി പഠിക്കുന്നതാണ് ഈ ഡ്രഗ്സ് ഒക്കെ അല്ലെ. ക്ലോറാംഫെനിക്കോൾ, മാക്രോലൈഡ്സ്, ഇതും ഒരു ടൈപ്പ് ഡ്രഗ് ആണ്, മാക്രോലൈഡ്സ്. നെക്സ്റ്റ് സിപ്രോഫ്ലക്സാസിൻ. അതായത് ഈ ഓർഗാനിസം നമ്മുടെ ശരീരത്തിൽ ഇൻഫെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആന്റിബയോട്ടിക്സ്, അതായത് ഈ പെൻസിലിൻ, ആംബിസിലിൻ, ക്ലോറാംഫെനിക്കോൾ, മാക്രോലൈഡ്സ്, സിപ്രോഫ്ലക്സാസിൻ, ഈ ക്ലാസിഫിക്കേഷനിലുള്ള ആന്റിബയോട്ടിക്സ് ആണ് നമ്മൾ എടുക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഈ മൈക്രോ ഓർഗാനിസിനെ കൊല്ലാൻ വേണ്ടിയിട്ട്. എന്നാൽ ചില ആൾക്കാരിൽ ഈ ഒരു ആന്റിബയോട്ടിക്സും റെസിസ്റ്റന്റ് ആയിട്ടുള്ള, ഇതിനെ തരണം ചെയ്യുന്ന തരത്തിലുള്ള നെസേരിയ മെനിഞ്ചൈറ്റിഡിസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നാൽ പോലും ഇപ്പോഴും ഇതൊക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ കഴിഞ്ഞൊരു ഡ്രഗ്സ് ഇതുവരെ അവർ കണ്ടുപിടിച്ചിട്ടില്ല. നെക്സ്റ്റ് നമുക്ക് പാത്തോജനിസിസ് നോക്കാം. ഹ്യൂമൻസ് ആർ ദ ഓൺലി നാച്ചുറൽ ഹോസ്റ്റ്. മനുഷ്യർക്ക് മാത്രമാണ് ഈ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്. ഇത് എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ത്രൂ എയർബോൺ ഡ്രോപ്ലെറ്റ്സ്. എനിക്കിപ്പോൾ ആ ഒരു ഡിസീസ് ഉണ്ടെങ്കിൽ ഞാൻ സംസാരിക്കുന്ന സമയത്ത് എൻ്റെ വായിൽ നിന്ന് വരുന്ന ഡ്രോപ്ലെറ്റ്സ് അന്തരീക്ഷത്തിൽ പടരുന്നു. അത് മറ്റൊരു വ്യക്തിയുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ അവർക്ക് ഈ രോഗം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇറ്റ് കോസസ് പയോജനിക് മെനിഞ്ചൈറ്റിസ് എല്ലാ ഏജിലും, എക്സ്പെഷ്യലി കുട്ടികൾക്കും യങ് അഡൽട്സിനുമാണ് ഇത് കൂടുതലായിട്ട് വരുന്നത്. അതും മനുഷ്യർക്ക് മാത്രമാണ് ഇത് ഉണ്ടാകുന്നത്. പ്രധാനമായിട്ട് ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ വഴിയും കാരിയേഴ്സ് വഴിയും അല്ലെങ്കിൽ നോൺ കേസസ് ഓഫ് മെനിഞ്ചൈറ്റിസ് വഴിയുമാണ് രോഗം പടരുന്നത്. ഇത് എവിടെയാണ് നമ്മുടെ ശരീരത്തിൽ ഇത് വളരുന്നത്? നാസോഫാരിങ്സിൽ വളർന്ന് അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിലൂടെ അവിടെ നിന്ന് ബ്ലഡ് സ്ട്രീം വഴി അത് മെനിഞ്ചസിലും സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിലുമൊക്കെ എത്തിച്ചേരുന്നു. ഇത് കൂടാതെ ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ്, അതായത് ഈ മൈക്രോ ഓർഗാനിസം നമ്മുടെ ശരീരത്തിൽ കയറി എത്ര സമയത്തിനുള്ളിൽ സിംറ്റംസ് കാണിച്ചു തുടങ്ങും? ഇൻക്യുബേഷൻ പീരീഡ് ഇറ്റ് ഈസ് 3 days. 3 ദിവസമാണ് ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് പാത്തോജനിസിസിൽ പറയാനുള്ളത്. അതായത് മറ്റു മൃഗങ്ങളെക്കാൾ അല്ലെങ്കിൽ മറ്റു മൃഗങ്ങൾക്കൂടെ വരുന്നില്ല. ദ ഓൺലി നാച്ചുറൽ ഹോസ്റ്റ് ഈസ് ഹ്യൂമൻ. ത്രൂ എയർബോൺ ഡ്രോപ്ലെറ്റ്സ് only it is transmitting, and this microorganism will colonize or grow in nasopharynx. Through upper respiratory tract it will reach to bloodstream. From the bloodstream or through the bloodstream it will reach to meninges and cerebrospinal fluid. And what is the incubation period of Neisseria meningitidis? It is 3 days. മനസ്സിലായല്ലോ പാത്തോജനിസിസ് എന്താണെന്ന് നമുക്ക് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാം. ഒന്നുകൂടെ, ഇത് കൂടാതെ മെനിഞ്ചൈറ്റിഡിസ് അല്ലാതെ എന്തൊക്കെ ഡിസീസസ് ആണ് ഇത് പരത്തുന്നത്? മെനിഞ്ചൈറ്റിഡിസും പിന്നെ മെനിഞ്ചോകൊക്കീമിയ, അതായത് കൊക്കീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മെനിഞ്ചൈറ്റിഡിസ് എന്ന് പറയുന്ന ഈ മൈക്രോ ഓർഗാനിസം ബാക്ടീരിയ നമ്മുടെ ബ്ലഡ് സ്ട്രീമിൽ
അധികമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സാഹചര്യത്തിന് എന്ത് പറയുന്നു? മെനിഞ്ചോകോക്കീമിയ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ബാക്ടീരിയ ഇൻ ബ്ലഡ് സ്ട്രീം എന്ന് പറയുന്നുണ്ട്. ഇതും ഈ മെനിഞ്ചൈറ്റിസ് അല്ലെങ്കിൽ മെനിഞ്ചൈറ്റിസ് ഇത് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് വിന്റർ സീസണിലും ഏർലി സ്പ്രിങ്ങിലുമാണ് കൂടുതലായിട്ട് ആളുകൾക്ക് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. 2 വയസ്സിനും 18 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികൾക്കും യങ്സ്റ്റേഴ്സിനുമാണ് ഇത് കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു മൈക്രോ ഓർഗാനിസം എങ്ങനെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം? എന്തൊക്കെ ടെസ്റ്റുകൾ നമ്മൾ ചെയ്യണം? ഇറ്റ് ഈസ് ഫ്രീക്വൻലി ഐസൊലേറ്റഡ് ഫ്രം സാമ്പിൾസ് സച്ച് എസ് ബ്ലഡ് ആൻഡ് CSF. കൂടുതലും ഒരു വ്യക്തി നെസേരിയ മെനിഞ്ചൈറ്റിസുമായിട്ട് ഇൻഫെക്റ്റഡ് ആണെന്ന് നമ്മൾ സസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ CSF ബ്ലഡോ ആയിരിക്കും നമ്മളിവിടെ സാമ്പിളായിട്ട് കളക്ട് ചെയ്യുന്നത്. എന്നാൽ ഇത് കൂടാതെയും CSFും ബ്ലഡും ഇത് കൂടാതെയും അവർക്ക് ഈ ഒരു രോഗം ഉണ്ടാകുന്നവർക്ക് പെറ്റക്കിയൽ ലീഷൻസ് ഉണ്ടാകാറുണ്ട്. പെറ്റക്കിയൽ ലീഷൻസ് ഉണ്ടാകുന്നു. ആ ലീഷൻസിന്റെ അവിടുത്തെ സ്കിൻ സാമ്പിൾ എടുക്കാം. പിന്നെ അല്ലെങ്കിൽ നാസോഫാരിങ്സിന്റെ സ്വാബ് കളക്ട് ചെയ്യാം. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? സ്പെസിമെൻസ് ആയിട്ട് ഉപയോഗിക്കാം. അങ്ങനെ നമ്മൾ ഈ സ്വാബ് അല്ലെങ്കിൽ ഈ ഒരു സ്പെസിമെൻ ബ്ലഡോ CSFോ അല്ലെങ്കിൽ പെറ്റക്കിയൽ ലീഷൻസോ നാസോഫാരിഞ്ചിയൽ സ്വാബോ സാമ്പിൾ ആയിട്ട് നമ്മളവിടെ കളക്ട് ചെയ്യുന്നു. അത് പിന്നെ നമ്മൾ കളക്ട് ചെയ്യുന്നത് എന്ത് ചെയ്യണം? സ്റ്റെറൈൽ കണ്ടീഷൻസ് ഫോളോ ചെയ്തുകൊണ്ട്, എക്സ്പെഷ്യലി CSF ആണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഏത് പ്രൊസീജിയർ വഴിയായിരിക്കും നമ്മളിത് കളക്ട് ചെയ്യുന്നത്? ലംബാർ പഞ്ചർ, LP ലംബാർ പഞ്ചർ പ്രൊസീജിയർ വഴി നമ്മളത് കളക്ട് ചെയ്ത് അത് ഒരു സ്റ്റെറൈൽ കണ്ടെയ്നറിൽ നമ്മൾ ശേഖരിച്ച് ലാബിലോട്ട് പെട്ടെന്ന് സെൻഡ് ചെയ്യുന്നു. ബ്ലഡ് ആണെങ്കിൽ വെനി പഞ്ചറും അതും സ്റ്റെറൈൽ കണ്ടീഷൻസ് ഫോളോ ചെയ്ത് തന്നെയാണ് നമ്മളത് കളക്ട് ചെയ്യുന്നത്. അതുപോലെ സ്വാബ് എന്ത് തന്നെ ആയാലും സ്റ്റെറൈൽ ടെക്നിക്സിന്റെ കീഴിൽ നമ്മളത് ഫോളോ ചെയ്ത് സാമ്പിൾ കളക്ട് ചെയ്ത് ലാബിലോട്ട് സെൻഡ് ചെയ്യുക. ഇനി ലാബിൽ എത്തിക്കഴിഞ്ഞാൽ ഇനി CSF ആണ് അവിടെ കിട്ടിയതെങ്കിൽ അവരെന്താണ് ചെയ്യുക? CSF കിട്ടുന്ന സാമ്പിളിനെ അവർ 3ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിൽ ഫസ്റ്റ് വൺ സെൻട്രിഫ്യൂജ് ചെയ്ത് സ്മിയർ പ്രിപ്പയർ ചെയ്യുന്നു. അതായത് നമുക്ക് സ്റ്റെയിനിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗ്രാം സ്റ്റെയിനിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്മിയർ അവിടെ സെൻട്രിഫ്യൂജ് ചെയ്ത് അതിൽ സ്മിയർ പ്രിപ്പയർ ചെയ്ത് ഗ്രാം സ്റ്റെയിനിങ് ചെയ്യുന്നു. രണ്ടാമത്തെ ടൈപ്പ് സെക്കൻഡ് പോർഷൻ എന്ത് ചെയ്യും? ഡയറക്റ്റ് കൾച്ചർ ചെയ്യാൻ യൂസ് ചെയ്യും. ഡയറക്റ്റ് കൾച്ചർ ചെയ്യാൻ ഗ്രോത്ത് ചെയ്ത് ആ ഒരു ബാക്ടീരിയ വളർത്തി കൾച്ചർ മീഡിയത്തിൽ വളർത്തി അത് ഏത് ബാക്ടീരിയ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കൾച്ചർ ചെയ്യും. മൂന്നാമത്തെ ആ ഒരു ബോട്ടിൽ ശേഖരിച്ചത് മൂന്നാമത്തെ ഡിവിഷൻ എന്ത് ചെയ്യും? ഇൻക്യുബേറ്റഡ് ഓവർനൈറ്റ് ആഫ്റ്റർ ആഡിങ് ഈക്വൽ വോളിയം ഓഫ് ഗ്ലൂക്കോസ് ബ്രോത്ത് ദെൻ സബ് കൾച്ചേർഡ് ഓൺ ബ്ലഡ് അഗർ ഓർ ചോക്ലേറ്റ് അഗർ. അതായത് ഒരു രാത്രി ഫുള്ളായിട്ട് അത് ഇൻക്യുബേറ്റ് ചെയ്തിട്ട് അതായത് ആ ഇൻക്യുബേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഗ്ലൂക്കോസ് ബ്രോത്ത് ആഡ് ചെയ്തിട്ടുണ്ടാകും. പിന്നെ അത് നമ്മൾ ബ്ലഡ് അഗറിലോ ചോക്ലേറ്റ് അഗറിലോ എന്ത് ചെയ്യും? സബ് കൾച്ചർ ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മൾ CSF സാമ്പിൾ ചെയ്യുന്നത്. CSF സാമ്പിൾ മാത്രമല്ല ബാക്കിയുള്ള സാമ്പിളുകൾ ആയാലും ഇതുപോലെ ഒന്ന് ഗ്രാം സ്റ്റെയിൻ ചെയ്യും, പിന്നെ കൾച്ചർ ചെയ്യും, പിന്നെ സബ് കൾച്ചറും ചെയ്യും. അപ്പൊ ഫസ്റ്റ് ഇതിൽ എന്തൊക്കെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ലബോറട്ടറി ഡയഗ്നോസിസ്റ്റുകൾ ചെയ്യും? ഗ്രാം സ്റ്റെയിനിങ്, കൾച്ചർ, ഓക്സിഡൈസ് ടെസ്റ്റ്, ഫെർമെന്റേഷൻ ടെസ്റ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു മെനിഞ്ചൈറ്റിസ് എന്ത് ചെയ്യും? ഗ്ലൂക്കോസും ഫെർമെന്റ് ചെയ്യും, മാൾട്ടോസ് ഫെർമെന്റ് ചെയ്യും എന്ന് പറഞ്ഞു. സോ അതുകൊണ്ട് നമ്മൾ ആ ഒരു ബാക്ടീരിയ ആണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ഫെർമെന്റേഷൻ ടെസ്റ്റുകൾ നമുക്ക് ചെയ്ത് നോക്കാം. ഇത് കൂടാതെ ലാറ്റക്സ് എഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് പലതരത്തിലുള്ള ലബോറട്ടറി ഡയഗ്നോസിസ്. ഗ്രാം സ്റ്റെയിനിങ് അത് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ല. ഗ്രാം സ്റ്റെയിനിങ് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഈ ബാക്ടീരിയ ആണെങ്കിൽ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണെന്നും ബീൻ ഷേപ്ഡ് ആണെന്നും ക്യാപ്സുലാർ ഡിപ്ലോകോക്കെ ആണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഇനി കൾച്ചർ ചെയ്യുന്ന സമയത്താണെങ്കിൽ ബ്ലഡ് അഗറിലോ ചോക്ലേറ്റ് അഗറിലോ നമ്മൾ ഈ 37 ഡിഗ്രി സെൽഷ്യസിൽ ഇൻക്യുബേറ്റ് ചെയ്ത് 5% കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ കൾച്ചർ ചെയ്യുന്നു. അവിടെ നമുക്ക് 1 to 2 മില്ലിമീറ്റർ ഉള്ള കോളനീസ് ഡയമീറ്റർ കോൺവെക്സും അത് 1 to 2 മില്ലിമീറ്റർ ഡയമീറ്റർ ഉള്ള കോളനീസ് കാണാൻ പറ്റും. കോൺവെക്സ് ഷേപ്ഡ് ആയിരിക്കും, ഗ്രേ കളർ ആയിരിക്കും, ട്രാൻസ്പെറന്റ് ആയിരിക്കും. ദർ വിൽ ബി നോ ഹീമോലൈസിസ്. ഇങ്ങനെ കൾച്ചർ ചെയ്യുന്നു. നെക്സ്റ്റ് പിന്നെ ഓക്സിഡൈസ് ടെസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട്. അതായത് നമ്മുടെ ഡിറ്റർമിൻസ് ദ പ്രസൻസ് ഓഫ് സൈറ്റോക്രോം ഓക്സിഡൈസ്. ഈ നെസേരിയ മെനിഞ്ചൈറ്റിസിന്റെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്? ഓക്സിഡൈസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. സോ ഇറ്റ് വിൽ ഓക്സിഡൈസ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കത് പോസിറ്റീവ് ആയിട്ട് റിയാക്ഷൻ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വൺ മാനിറ്റോൾ ഫെർമെന്റേഷൻ പോസിറ്റീവ് ആയിരിക്കും, മാൾട്ടോസ് ഫെർമെന്റേഷൻ പോസിറ്റീവ് ആയിരിക്കും, ലാറ്റക്സ് അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റും പോസിറ്റീവ് ആയിരിക്കും. ഈ ലാറ്റക്സ് അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റിലൂടെ നമുക്ക് ഈ സ്പൈനൽ ഫ്ലൂയിഡിൽ ക്യാപ്സുലാർ പോളിസാക്കറൈഡ്സിന്റെ പ്രസൻസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും പറ്റുന്നു. നെക്സ്റ്റ് വൺ, ഇഫ്
any person is having meningitis due to Neisseria meningitidis infection, what treatment will he give? പ്രധാനമായിട്ട് അവിടെ പെൻസിലിൻ ജി, പെൻസിലിൻ പിന്നെ സൾഫനാമൈഡ്സും ആണ് കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഡ്രഗ് ഓഫ് ചോയ്സ്. ഇനി പെൻസിലിൻ അലർജി ഉള്ള വ്യക്തിയാണെങ്കിൽ നമ്മളവിടെ ക്ലോറാംഫെനിക്കോള് ചൂസ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ അലർജിക്ക് ഉണ്ടെങ്കിൽ മറ്റേതെങ്കിലും ചോയ്സ്, അല്ലെങ്കിൽ 3rd ജനറേഷൻ സെഫ്ലോസ്പോറിനോ സെഫോടാക്സിം അല്ലെങ്കിൽ സെഫ്ട്രിയാക്സോണോ ഒക്കെ ചൂസ് ചെയ്യാം. ദോസ് ആർ അലർജിക് ടു പെൻസിലിൻ. ഇതല്ലാതെ ഇനി അടുത്തുള്ളത് മെനിഞ്ചോകോക്കൽ വാക്സിൻ ഈസ് അവൈലബിൾ വിച്ച് കണ്ടെയ്ൻ ക്യാപ്സുലാർ പോളിസാക്രൈഡ്സ്. ക്യാപ്സുലാർ പോളിസാക്രൈഡ്സ് ഉള്ള അതിൻ്റെ വാക്സിൻസ് അവൈലബിൾ ആണ്, അതും നമുക്ക് എടുക്കാവുന്നതാണ്. ഇതാണ് ട്രീറ്റ്മെന്റ് പ്രിവെൻഷൻ. ഇതാണ് വാക്സിൻ എടുക്കുന്നതാണ് എൻ്റെ പ്രിവെൻഷൻ. സെപ്പറേറ്റ് ഹെഡിങ് വേണമെങ്കിൽ നിങ്ങൾ അങ്ങനെയും എഴുതാം. അപ്പൊ ഇത്രയുമാണ് നമുക്ക് നെസേരിയ മെനിഞ്ചൈറ്റിഡിസിൽ പഠിക്കാനുള്ളത്. ഐ തിങ്ക് യു ഓൾ ആർ ക്ലിയർ വിത്ത് ദിസ്. ഒന്നുകൂടെ എന്ന് ഞാൻ പറയാം. എന്താണ് നെസേരിയ? നെസേരിയ ഗ്രാം നെഗറ്റീവ് എയറോബിക് ഡിപ്ലോകോക്കയാണ്. പെയർഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. റൗണ്ട് ബാക്ടീരിയ ആണ്. പലതും ഹാംലെസ് ആയിട്ടുള്ള ടൈപ്പാണ്, എന്നാൽ അതിൽ ചിലത് മാത്രം പെത്തോജനിക് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്നു. അതിൽ 2 ടൈപ്പാണ് നെസേരിയ മെനിഞ്ചൈറ്റിഡിസും ഗൊണേറിയ എന്ന് പറയുന്നത്. ഇതിൽ ആദ്യത്തേത് നമ്മൾ നെസേരിയ മെനിഞ്ചൈറ്റിഡിസ് ആണ് ഇപ്പം നമ്മൾ പഠിച്ചത്. അത് ഗ്രാം നെഗറ്റീവ് ആണ്, ബീൻ ഷേപ്ഡ് ആണ്, ഡിപ്ലോകോക്കയാണ്, ഡു നോട്ട് പൊസസ് ഫ്ലജല്ല ഓർ സ്പോസ്, ഇറ്റ് ഈസ് ക്യാപ്സുലേറ്റഡ് ആൻഡ് പൊസസ് പൈലെ, ആൻഡ് ഇറ്റ് വിൽ നോട്ട് സർവൈവ് ഫോർ ലോങ് ടൈം outside of the host. It is aerobic, oxidative metabolism, produce catalase and oxidase, and it needs enriched complex media and carbon dioxide for the growth. Non-motile. It causes a disease called meningitis. Next, morphology. Already paranju, gram negative, pin shaped, diplococci, do not possess flagella or spores, capsulated, possess pile, and the diameter is 0.6 to 0.8 micrometer. അടുത്തത് ഇതിന്റെ സ്ട്രക്ചർ, ഇതിന്റെ മറ്റൊരു പേര് കൂടെ പറയുന്നത് മെനിഞ്ചോകോക്കസ് എന്ന് പറയാറുണ്ട്. അത് പിന്നെ ആരെ കണ്ടുപിടിച്ചത്? വെയ്ഷൽ ബാം 1887 ഇത് കണ്ടുപിടിച്ചത്. CSF ഓഫ് എ പേഷ്യന്റ്, ഫ്രം ഒരു പേഷ്യന്റിന്റെ CSF നിന്നാണ് ഇത് കണ്ടുപിടിച്ചത്. നെക്സ്റ്റ് ഇതിന്റെ കൾച്ചറൽ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞാൽ ഇറ്റ് വിൽ ഗ്രോ ഇൻ ബ്ലഡ് അഗർ, ചോക്ലേറ്റ് അഗർ ആൻഡ് എൻറിച്ച്ഡ് കൾച്ചർ മീഡിയ ഓൺലി, ആൻഡ് ഇറ്റ് ഡു നോട്ട് ഗ്രോ ordinary culture media, and when we are adding blood or serum or chocolate, it will improve the growth of bacteria. It needs, or it improve its growth if it is under presence of 2 to 8% of carbon dioxide, and the growth temperature is 36 to 39 degrees Celsius, and pH is 6 to 8, and the colonies will be 1 to 2 millimeter diameter, convex shape, gray in color, transparent, and there will be no hemolysis in the blood agar. Usually ഈ ഒരു നെസേരിയ മെനിഞ്ചൈറ്റിസും ആ ഒരു കൾച്ചർ ചെയ്യുന്ന ആ മീഡിയത്തിനെ മുയലർ ടിൻഡർ അഗർ എന്ന് പറയുന്ന മീഡിയത്തിലാണ് നമ്മളിത്, ഹിൻഡർ ടഗർ അഗർ എന്ന് പറയുന്ന മീഡിയത്തിലാണ് നമ്മളിത് കൾച്ചർ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ബയോകെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് പറഞ്ഞത്. ഡു നോട്ട് ഫെർമെന്റ് ലാക്ടോസ് ഓർ സുക്രോസ്, ഇറ്റ് ഫെർമെന്റ് ഗ്ലൂക്കോസ് ആൻഡ് മാൽട്ടോസ്, ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ആസിഡ് ഡ്യൂറിംഗ് ഫെർമെന്റേഷൻ, നോ ഗ്യാസ്, ഇറ്റ് ഈസ് ഓക്സിഡൈസ് പോസിറ്റീവ്, ഇറ്റ് ഈസ് കാറ്റലൈസ് പോസിറ്റീവ്. ഇത്രയുമാണ് അതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് പാത്തോജെനിസിസ്. അതിന് മുന്നേ റെസിസ്റ്റൻസ് പറഞ്ഞു. ഇറ്റ്സ് വെരി ഡെലിക്കേറ്റ് ഓർഗാനിസം, ഹൈലി സസെപ്റ്റബിൾ ടു ഹീറ്റ് ആൻഡ് ഡെസിക്കേഷൻ ആൻഡ് ഡിസിൻഫെക്റ്റൻ, ആൻഡ് ഇറ്റ് ഈസ് സസെപ്റ്റബിൾ ടു പെൻസിലിൻ, ആംബിസിലിൻ, ക്ലോറാംഫെനിക്കോൾ, macrolides and ciprofloxacin, and it is found this will cause only infection for human, and it is transmitted by airborne droplets, and it will grow or colonize in the nasopharynx through upper respiratory tract. It will enter into the bloodstream, it will spread to meninges and cerebrospinal fluid, and this is the way we are getting meningitis. അതുപോലെ തന്നെ ഡിസീസ്, മെനിഞ്ചൈറ്റിസും മെനിഞ്ചോകോക്കീമിയയും ഉണ്ടാക്കുന്നുണ്ട്. അതിൽ മെനിഞ്ചൈറ്റിസ് കൂടുതലായിട്ട് കാണുന്ന 2 വയസ്സിനും 18 വയസ്സിനും ഇടയ്ക്കുള്ളവർക്കാണ്. എങ്ങനെ നമുക്കിത് ഡയഗ്നോസ് ചെയ്യാം? എന്താണോ എവിടെയാണോ ഈ മൈക്രോ ഓർഗാനിസം വളരുന്നത് അവിടെ നിന്ന് സാമ്പിൾ കളക്ട് ചെയ്യുന്നു. ബ്ലഡ് ആകാം, CSF ആകാം, ലീഷൻസ് ആകാം, അല്ലെങ്കിൽ നമ്മുടെ നാസോഫാരിഞ്ചൽ സ്വാബ് ആകാം. കളക്ട് ചെയ്ത് നമ്മൾ ലാബിൽ വിടുന്നു. അവിടെ ഗ്രാം സ്റ്റെയിനിങ്, കൾച്ചർ, ഓക്സിഡേസ് ടെസ്റ്റ്, ഫെർമെന്റേഷൻ ടെസ്റ്റ്, ലാക്ടെക്സ് അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ് ഇവയെല്ലാം ചെയ്യുന്നു. അതുപോലെ ഫെർമെന്റേഷൻ ചെയ്യുന്നവരുണ്ട്. ഫെർമെന്റേഷൻ തന്നെ മാനിറ്റോൾ ഫെർമെന്റേഷൻ, മാൾട്ടോസ് ഫെർമെന്റേഷൻ, ലാക്ടസ് അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ്, ഇത് 3ഉം ചെയ്യുന്നുണ്ട്. പിന്നെ ട്രീറ്റ്മെന്റ് പെൻസിലിനാണ് കോമൺലി യൂസ് ചെയ്യുന്നത്. ഇഫ് യു ആർ അലർജിക് ടു പെൻസിലിൻ ദേ വിൽ ഗോ ഫോർ
ക്ലോറാംഫെനിക്കോൾ ഓർ തേർഡ് ജനറേഷൻ സെഫലോസ്പോറിൻ സച്ച് ആസ് സെഫോടാക്സിൻ, സെഫ്ട്രിയാക്സോണിലൊക്കെ പോകും. പിന്നെ പ്രിവെൻഷന് മെനിഞ്ചോകോക്കൽ വാക്സിൻ ഇന്ന് അവൈലബിൾ ആണ്. ദോസ് ഹു വാണ്ട് ടു ടേക്ക് ദാറ്റ് ദേ ക്യാൻ ടേക്ക്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു മൈക്രോ ഓർഗാനിസത്തിൽ പഠിക്കാനുള്ളത്. ഇനി ഇതിന്റെ സെക്കൻഡ് പാർട്ട്, ദാറ്റ് ഈസ് നെസേരിയ ഗൊണേറിയ. Neisseria gonorrhea, it's very important organism. It causes one severe disease, that is gonorrhea. ഗൊണേറിയ എന്ന് പറയുന്ന ഒരു ഡിസീസ് പരത്തുന്ന ഓർഗാനിസത്തിന്റെ പേര് നെസേരിയ ഗൊണേറിയ. 70% ഇതിന്റെ സ്ട്രക്ചറും പ്രോപ്പർട്ടീസും മെനിഞ്ചൈറ്റിസുമായിട്ട് നെസേരിയ മെനിഞ്ചൈറ്റിസുമായിട്ട് സിമിലർ ആണ്. വലിയ വ്യത്യാസമൊന്നും അവിടെ വരുന്നില്ല. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. നെസേരിയ ഗൊണേറിയ മറ്റൊരു പേരെന്ത് പറയുന്നു? ഗോണോകോക്കസ് എന്നാണ് പറയുന്നത്. ഇറ്റ് കോസസ് STD, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് കോൾഡ് ഗൊണേറിയ. കോസസ് ഗൊണേറിയ, ദാറ്റ് ഈസ് എ STD, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ്. ഇത് കൂടാതെ നിയോനേറ്റൽ കൺജങ്ക്റ്റിവൈറ്റിസ് അല്ലെങ്കിൽ ഒഫ്താൽമിയ നിയോനേട്രം എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാക്കുന്നു. ഇത് കൂടാതെ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് PID ഇതും ഉണ്ടാക്കുന്നതിന് കാരണം ഈ ഒരു മൈക്രോ ഓർഗാനിസം തന്നെയാണ്. നെസേരിയ ഗൊണേറിയ കോസസ് ഗൊണേറിയ എന്ന് പറയുന്ന STD ഡിസീസ് ഉണ്ടാക്കുന്നു. നിയോനേറ്റൽ കൺജങ്ക്റ്റിവൈറ്റിസ് അല്ലെങ്കിൽ ഒഫ്താൽമിയ നിയോനേട്രം എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാക്കുന്നു. ഇത് കൂടാതെ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് ഉണ്ടാക്കുന്നു. ഓക്കെ, അപ്പൊ ഇതിന്റെ DNA ഹോമോളജി 70%ഉം രണ്ടും മെനിഞ്ചൈറ്റിസും ഗൊണേറിയയും സിമിലർ ആണ്. ഇതിന്റെ മോർഫോളജി പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഗ്രാം നെഗറ്റീവ് ആണ്, ഡിപ്ലോകോക്കയാണ്, ഓവൽ ഷേപ്പ് ആണ്. ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് 0.6 to 0.8 മൈക്രോമീറ്റർ ആണ്. പെയർഡ് ആയിട്ടാണ് ഇത് കാണപ്പെടുന്നത്. നോൺ മോട്ടൈൽ ആണ്, കാപ്സുലേറ്റഡ് ആണ്, ഹാവിംഗ് പൈലേ. ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഈ ഒരു പൈലേ ഇങ്ങനെ ഹെയറിലേക്ക് പ്രൊജക്ഷൻസ് ക്യാപ്സ്യൂളിന്റെ പുറത്ത് കാണപ്പെടുന്നത് കൊണ്ട് ഇതിന് മ്യൂക്കസ് മെംബ്രെയിൻ ഇങ്ങനെ അറ്റാച്ച് ചെയ്തിരിക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് മോർഫോളജി പറയാൻ. ഇതിൽ കൂടുതലൊന്നുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓവൽ ഷേപ്പ് ആണ്, ഗ്രാം നെഗറ്റീവ് ഡിപ്ലോകോക്കയാണ്, സൈസ് 0.6 to 0.8 മൈക്രോമീറ്റർ ആണ്. ഒക്കേഴ്സ് ഇൻ പെയർഡ് ആയിട്ട് രണ്ടെണ്ണം ഒരുമിച്ച് ചേർന്നാണ് കാണപ്പെടുന്നത്. നോൺ മോട്ടൈൽ ആണ്, ക്യാപ്സ്യൂലേറ്റഡ് ആണ്, അതിന്റെ പുറത്ത് പൈലയും കാണപ്പെടുന്നു. നെക്സ്റ്റ്, കൾച്ചറൽ ക്യാരക്ടറിസ്റ്റിക്സ്. നേരത്തെ പറഞ്ഞതുപോലെ മെനിഞ്ചൈറ്റിസ് ഇറ്റ്സ് കംപ്ലീറ്റ്ലി എയറോബിക്. എന്നാൽ ഗൊണേറിയ ഇറ്റ് വിൽ ഗ്രോ ഇൻ അനറോബിക് സിറ്റുവേഷൻസ് ഓൾസോ. അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. എയറോബിക്കുമാണ്. ഇറ്റ് മേ സം ടൈപ്സ് ആർ ഗ്രോയിങ് ഇൻ അനറോബിക് ഓൾസോ. അതായത് ഓക്സിജൻ ഇല്ലാതെയും വളരുന്ന ടൈപ്പ് ഗൊണേറിയയിൽ ഉണ്ട്. ഇതും എന്തിലാണ്? പ്രധാനമായിട്ട് എൻറിച്ച് മീഡിയ സച്ചസ് ചോക്ലേറ്റ് അഗറിലാണ് കൂടുതലായിട്ട് വളരുന്നത്. ഇതിനും എന്ത് വേണം? 35 to അല്ലെങ്കിൽ 36 അല്ലെങ്കിൽ 35 to 37 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ വേണം വളരാൻ വേണ്ടിയിട്ട്. 25 ഡിഗ്രി സെൽഷ്യസിന് താഴെ ഇത് വളരത്തില്ല. pH എന്ന് പറയുന്നത് 7.2 to 7.6 വേണം. ഇത് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് 5 to 10% കാർബൺ ഡൈ ഓക്സൈഡ് പ്രസൻസ് വേണം. ഇറ്റ് വിൽ ഗ്രോ ഇൻ എൻറിച്ച്ഡ് മീഡിയ ചോക്ലേറ്റ് അഗർ. ഓക്കെ, അതും ഒരു സെപ്പറേറ്റ് ഒരു സ്പെഷ്യൽ മീഡിയ അവിടെ ഉണ്ട്. തയർ THAYER തയർ മാർട്ടിൻ മീഡിയം എന്ന് പറയുന്നത് ഓർത്തിരിക്കാം. ഒൺവേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. തയർ മാർട്ടിൻ മീഡിയം എന്ന് പറയുന്ന കൾച്ചർ മീഡിയത്തിലാണ് ഗൊണേറിയ വളരുന്നത്. ഓക്കെ, ചോക്ലേറ്റ് അഗർ. ഓക്കെ, ചോക്ലേറ്റ് അഗർ എൻറിച്ച്ഡ് മീഡിയ ആണിത്. തയർ മാർട്ടിൻ അഗർ മീഡിയം. ഓക്കെ, നെക്സ്റ്റ് ഇതിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു എറോബിക് ആണ്, ബട്ട് സം ടൈം ഇറ്റ് വിൽ ഗ്രോ അനറോബിക്കലി ഓൾസോ. It also needs 5 to 10% carbon dioxide. It grows in 37 degrees Celsius. It will not grow less than 25 degrees Celsius and pH ranges 7.2 to 7.6. ഇനി ഇതിന്റെ ബയോകെമിക്കൽ റിയാക്ഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് നിങ്ങൾ ഓർക്കേണ്ടത് ഇറ്റ് ഈസ് ഓക്സിഡേസ് പോസിറ്റീവ്. ഓക്സിഡേസ് ടെസ്റ്റ് നമ്മൾ ചെയ്താൽ പോസിറ്റീവ് ആണ്. അതുപോലെ ഈറ്റ് ഫെർമെന്റ് ഗ്ലൂക്കോസ്. മെനിഞ്ചൈറ്റിസ് പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ പറഞ്ഞു ഗ്ലൂക്കോസും മാൾട്ടോസും ഫെർമെന്റ് ചെയ്യുന്നു. പക്ഷേ ഗൊണേറിയ ഗ്ലൂക്കോസിനെ മാത്രമേ ഫെർമെന്റ് ചെയ്യുന്നുള്ളൂ, മാൾട്ടോസ് ഫെർമെന്റ് ചെയ്യുന്നില്ല. അത് ഓർത്തിരിക്കുക. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. പിന്നെ ഇതിൽ കുറച്ച് അധികം പൈലേ വളരെ കെമിക്കൽ പ്രോപ്പർട്ടി അതിൻ്റെ പുറമെ പൈലേറ്റഡ് ഗോണോകോക്കെ ആയതുകൊണ്ട് യൂഷ്വലി അത് അതിന് ഇൻഫെക്ഷൻസ് പരത്താനുള്ള ചാൻസ് കൂടുതലാണ്. നോൺ പൈലേറ്റഡ് സ്ട്രെയിൻസ് ആണെങ്കിൽ അത് അത്രയും വിരുലൻ്റ് അല്ല, അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ്
പരത്തുന്നില്ല. ഇത് കൂടാതെ ഇതിന്റെ പുറമെ എന്തുണ്ട്, ലിപ്പോ ഒലിഗോസാക്രൈഡ് ഉണ്ട്. എ മോഡിഫൈഡ് ഫോം ഓഫ് എൻഡോടോക്സിൻ ആണ്. ഈ എൻഡോടോക്സിൻ എന്ത് വീക്കർ ദാൻ മെനിഞ്ചോകോക്കയും മെനിഞ്ചോകോക്കയേക്കാൾ വീക്കർ ആയിട്ടുള്ള ശക്തി കുറഞ്ഞ എൻഡോടോക്സിൻസ് ഈ ഒരു പൈലയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ലിപ്പോ ഒലിഗോസാക്രൈഡ്. പിന്നെ ഇതിന്റെ പുറത്ത് എന്തുണ്ട്, ഔട്ടർ മെംബ്രെയിൻ പ്രോട്ടീൻസും കാണപ്പെടുന്നു. ഔട്ടർ മെംബ്രെയിൻ പ്രോട്ടീൻസ് കോസസ് അറ്റാച്ച്മെന്റ് ഓഫ് ബാക്ടീരിയ ടു എപ്പിത്തീലിയൽ സെൽസ്. യൂറത്രയിലും റക്ടത്തിലും സെർവിക്സിലും ഫാരിങ്സിലും കൺജങ്ടൈവയിലും ഒക്കെ ഈ പൈലയിലുള്ള ഈ പ്രോട്ടീൻ എന്ത് ചെയ്യുന്നു, ഈ മൈക്രോ ഓർഗാനിസം ഈ ബാക്ടീരിയയോട് അറ്റാച്ച് ചെയ്തിരിക്കാൻ സഹായിക്കുന്നു. ഇതെല്ലാം ഇതിന്റെ ബയോകെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. നെക്സ്റ്റ് ഇതിന്റെ പാത്തോജെനിസിസ്. ഈ ഒരു നെസേരിയ ഗൊണേറിയ എന്ന് പറഞ്ഞ ഓർഗാനിസം എന്ത് ഡിസീസ് പരത്തുന്നുണ്ട്, ഗൊണേറിയ പരത്തുന്നു, നിയോനാറ്റൽ കൺജങ്ക്ടിവൈറ്റിസ് പരത്തുന്നു, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് പരത്തുന്നു. കൂടുതലും ഇത് സ്ത്രീകളിൽ നിന്ന് പുരുഷന്മാരിലോട്ടും പുരുഷന്മാരിൽ നിന്ന് സ്ത്രീകളിലോട്ടും സെക്ഷലി ആണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇതിന്റെ ലബോറട്ടറി ഡയഗ്നോസിസ് നേരത്തെ പറഞ്ഞതുപോലെ സാമ്പിൾ കളക്ട് ചെയ്യുന്നു. അണ്ടർ സ്റ്റെറൈൽ ടെക്നിക്സ് നമ്മൾ അത് എന്ത് ചെയ്യുന്നു, അവിടെ ലാബിലോട്ട് സെൻഡ് ചെയ്യുന്നു. അവിടെ ഗ്രാം സ്റ്റെയിനിങ്, കൾച്ചർ, ഓക്സിഡേസ് ടെസ്റ്റ്, ഫെർമെന്റേഷൻ ടെസ്റ്റ്, നമ്മൾ മെനിഞ്ചൈറ്റിസ് പറഞ്ഞതുപോലെ ഇവിടെ ഗ്രാം സ്റ്റെയിനിങ് ചെയ്യുന്നു, കൾച്ചർ ചെയ്യുന്നു. തയർ മാർട്ടിൻ അഗർ അല്ലെങ്കിൽ മുയല്ലർ ഹിൻഡൻ അഗർ, ചോക്ലേറ്റ് അഗറിലാണ് ഇതിവിടെ കൾച്ചർ ചെയ്യുന്നത്. ഓക്സിഡൈസ് ചെയ്യുന്നുണ്ട്, ഓക്സിഡൈസ് ടെസ്റ്റും പിന്നെ ഫെർമെന്റേഷനും ചെയ്യുന്നു. ഇതിന്റെയും ട്രീറ്റ്മെന്റ് എന്താണ്, ഇവിടെ പ്രധാനമായിട്ട് ഗൊണേറിയക്ക് യൂസ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് പെൻസിലിൻ ആൻഡ് ടെട്രാസൈക്ലിൻ ചിലപ്പോൾ യൂസ് ചെയ്യാറുണ്ട്. പ്രിവെൻഷൻ സേഫ്റ്റി മെഷേഴ്സ് എടുക്കുക എന്നുള്ള, വാക്സിൻ അവിടെ ഇല്ല, പകരം നമ്മൾ എന്ത് ചെയ്യുക, ഓൾ സേഫ്റ്റി മെഷേഴ്സ് എക്സ്പെഷ്യലി ഡ്യൂറിങ് സെക്ഷൽ ഇന്റർകോഴ്സ് അവിടെ സേഫ്റ്റി മെഷേഴ്സ് ഫോളോ ചെയ്യുക എന്നുള്ളതും, സിംറ്റമാറ്റിക് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് ഓഫ് സിംറ്റമാറ്റിക് പേഷ്യൻസ് ആൻഡ് ദെയർ കോണ്ടാക്ട്. ഇത്രയുമാണ് ഇതിന്റെ ട്രീറ്റ്മെന്റും പ്രിവെൻഷനും വരുന്നത്. ഒന്നുകൂടെ ഒന്ന് നോക്കാം. ഞാൻ അതാണ് പറഞ്ഞത്, നേരത്തെ മെനിഞ്ചൈറ്റിസ് തറവായിട്ട് പഠിച്ചെങ്കിൽ ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. നെസേറിയ ഗൊണേറിയ സോ സെക്കൻഡ് ടൈപ്പ് ഓഫ് നെസേറിയ, ഇറ്റ് കോസസ് STD, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ഗൊണേറിയ, നിയോനാറ്റൽ കൺജങ്ക്ടിവൈറ്റിസ് അല്ലെങ്കിൽ ഒഫ്താൽമിയ, നിയോനാട്രം, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്. മോർഫോളജി ഓവൽ ഷേപ്ഡ്, ഗ്രാം നെഗറ്റീവ്, സൈസ് 0.6 to 0.8 micrometer, occur in pair, non-motile, capsulated and have pili. Cultural characteristics, it will grow in enriched media such as chocolate agar, example Thayer Martin medium, and grow more if there is presence of 5 to 10% carbon dioxide. Grow at a temperature 37 degrees Celsius, and that temperature growth, there is no growth if it is temperature less than 25 degrees Celsius. pH ranges, it requires pH ranges 7.2 to 7.6, and the pili, and if more pili is there means it is virulent, less pili it is avirulent or no virulency. And the presence of lipo-oligosaccharides, it produces endotoxin. Outer membrane proteins also helping these organisms to attach epithelial cells, especially in the urethra, rectum, cervix, pharynx, conjunctiva, with the help of pili. Next one, pathogenesis. Already I told what and all that different diseases leading in and causing in human. Next one, laboratory diagnosis. As usual, gram staining, culture, oxidase test, fermentation test. Okay, പിന്നെ ട്രീറ്റ്മെന്റ് പെൻസിലിൻ, ടെട്രാസൈക്ലിൻ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നു. പ്രിവെൻഷൻ സേഫ്റ്റി മെഷേഴ്സ് ഫോളോ ചെയ്യുക, സിംറ്റമാറ്റിക് മാനേജ്മെന്റും ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഡിസീസിൽ പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസീസ് 5 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരാവുന്നതുമാണ്. അപ്പൊ ഇതുപോലെ കംപ്ലീറ്റ് സിലബസ് ബേസ്ഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആകണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഓൺലൈൻ ട്യൂഷനിൽ ജോയിൻ ചെയ്യാം. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 8891127927. നിങ്ങളുടെ കൂട്ടുകാരോ ആർക്കെങ്കിലും ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ വേണമെങ്കിൽ ക്ലാസ്സിന് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇത് കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ ഡൗട്ട്സ്, സജഷൻസ് ഇതെല്ലാം നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കമന്റ് ചെയ്യാനും മറന്നു പോകരുത്. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.